വഖഫ് നിയമത്തിന്റെ പ്രശ്നത്തിൽ മുസ്ലിം അല്ലാത്തവർ വഖഫ് ബോർഡിൽ വരാതിരിക്കുക എന്ന നിലപാടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ കാലത്ത് തന്നെ സ്വീകരിച്ചത്. ആ സമീപനത്തിന്റെ ഭാഗമായി നിയമസഭയെ ഒറ്റക്കെട്ടായി നിർത്താനും വഖഫ് സംരക്ഷിക്കത്തക്ക നിലയിലുള്ള കാഴ്ചപ്പാട് ഉയർത്താനും അന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന് കഴിഞ്ഞിരുന്നു. എന്നാൽ ഇപ്പോഴെന്താ സമീപനം? ഇപ്പോൾ UDF ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം ഈ പ്രശ്നത്തിൽ സുപ്രീം കോടതിയിൽ ഒരു കേസ് വന്നു. വഖഫ് സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ആ സുപ്രീം കോടതി കേസ്, അത് സുപ്രീം കോടതിയിൽ കേസിന്റെ അന്തിമ വിധി വരെ വരുന്നത് വരെ ഈ പ്രശ്നത്തിൽ അവർക്ക് കാത്തു നിൽക്കാമായിരുന്നു. ഇവിടെ ഇപ്പോൾ അവർ സ്വീകരിച്ചിട്ടുള്ള നിലപാട് ഈ വഖഫിന്റെ സെക്ഷൻ 14 അനുസരിച്ച് 2 അമുസ്ലിമുകളെ കൂടി വഖഫ് ബോർഡിൽ ഉൾപ്പെടുത്താം എന്ന നിലപാടിനെ ന്യായീകരിക്കുന്ന സമീപനം കേരളത്തിലെ ഗവൺമെന്റ് സ്വീകരിച്ചു. വളരെ പ്രശസ്തനായ ഒരു സീനിയർ അഡ്വക്കേറ്റ് ജഗദീഷ് ഗുപ്ത അദ്ദേഹത്തെ കൊണ്ട് വാദിച്ചു ഈ 2 പേർക്ക് അംഗീകാരം കൊടുക്കുന്നതിനെ സംബന്ധിച്ച്. കൂട്ടത്തിൽ കേരള ഗവൺമെന്റിന്റെ സ്റ്റാൻഡിംഗ് കൗൺസിൽ അംഗമായ മർസുഖ് ബാഫഖി തങ്ങൾ, അദ്ദേഹം ലീഗിന്റെ പ്രതിനിധിയാണ്. അദ്ദേഹവും ജഗദീഷ് ഗുപ്തയ്ക്ക് സഹായകരമായ നിലപാട് സ്വീകരിക്കാനുണ്ടായിരുന്നു. ഇത് കേരളത്തിൽ സംഭവിച്ചു. ഇത് അർത്ഥമാക്കുന്നത് എന്താ? കേരളത്തിലെ ഗവൺമെന്റ് ഈ മതനിരപേക്ഷ സമീപനം ഉയർത്തിപ്പിടിക്കുന്നുണ്ടോ, അതോ വർഗീയതയ്ക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നു? വഖഫ് ഭൂമി സംരക്ഷിക്കുന്നതിന് വഖഫ് സ്വത്ത് സംരക്ഷിക്കുന്നതിന് സഹായകരമായ നിലപാടാണോ ഇവിടെ ഇവർ സ്വീകരിക്കുന്നത് എന്നുള്ള പ്രശ്നം വളരെ ഗൗരവമായി കേരളത്തിന്റെ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ ഉയർന്നു വന്നിട്ടുണ്ട്. കേരളത്തിലെ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം ഇവിടെ നടപ്പിലാക്കിയിട്ടുള്ള ചില അവരുടെ ഭരണ നടപടികൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് ബോധ്യമാവുന്ന ചില പ്രശ്നങ്ങളുണ്ട്. വ്യാപകമായ പിരിച്ചുവിടൽ, കൂലി വെട്ടിക്കുറയ്ക്കൽ, അതിന് സഹായകരമായ നിലപാടാണ് ഈ ലേബർ കോഡിന്റെ ഇംപ്ലിമെന്റേഷൻ. ലേബർ കോഡ് നടപ്പിലാക്കുക വഴി കൂലിയും തൊഴിലും വൻതോതിൽ നഷ്ടപ്പെടുന്ന സ്ഥിതിയിലേക്ക് രാജ്യവ്യാപകമായ ആ ഒരു സാഹചര്യത്തിലേക്ക് ഉയർന്നു വന്നിരിക്കുന്നു. കേരളവും ആ ദിശയിലൂടെ സഞ്ചരിക്കാനാണ് ശ്രമിക്കുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് കേരളത്തിലുള്ളപ്പോൾ ഈ തൊഴിലാളി വിരുദ്ധ നിയമം ഇവിടെ നടപ്പിലാക്കില്ല. ഇന്ത്യയിൽ തൊഴിലാളികൾക്ക് അനുകൂലമായ 29 നിയമങ്ങൾ റദ്ദ് ചെയ്തിട്ടാണ് ഈ ലേബർ കോഡ് 4 ലേബർ കോഡുകളായി മാറ്റുന്നതിന് വേണ്ടിയുള്ള നിലപാടുകൾ സ്വീകരിച്ചത്. അതിനെതിരെ തൊഴിലാളികളുടെ ശക്തമായ പ്രതിഷേധം കേരളത്തിൽ ഉൾപ്പെടെ ഉയർന്നു വന്നിട്ടുണ്ട്. ഇതാണ് നില. അപ്പോ ഇത്തരം നിലപാടുകൾ, വ്യാപകമായ പിരിച്ചുവിടൽ, ഒരു തത്വദീക്ഷയുമില്ലാത്ത സ്ഥലം മാറ്റം, ഒരു സ്ത്രീ കാസർഗോഡ് ആത്മഹത്യ ചെയ്തു. ഈ സ്ഥലം മാറ്റത്തിന്റെ ഭാഗമായി ഈ മാനസികമായ പിരിമുറുക്കത്തിന്റെ തുടർന്ന് അവർ ആത്മഹത്യ ചെയ്യുന്ന നിലപാട് സ്വീകരിച്ചു. ചൊക്ലിയിൽ ഒരു സ്ത്രീ കുഴഞ്ഞു വീണ് മരിച്ചു. അതിന് കാരണമായി, അവർക്ക് അസുഖമുണ്ട്, അതിന് കാരണമായി നിൽക്കുന്നത് അവരുടെ സ്ഥലമാറ്റമാണ്. ഇങ്ങനെ സ്ഥലമാറ്റം നടത്തിയ ആളുകളെ ഉപദ്രവിക്കുകയാണ്. ഒരാൾക്ക് 4ഉം 5ഉം 6ഉം തവണ സ്ഥലം മാറ്റം ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഈ 3 മാസക്കാലത്തിനിടയിൽ. ഇത് ഏതെങ്കിലും കാലത്ത് കേരളത്തിൽ നടന്നിട്ടുണ്ട്? എപ്പോഴെങ്കിലും ഇതിന്റെ ഭരണമാറ്റം ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി എന്നൊക്കെ വരും. ഇതങ്ങനെയാണ്.
സംഘടനയുടെ നേതാക്കന്മാർ ആവശ്യപ്പെടുന്നതിനനുസരിച്ച് അത് ഉത്തരവിൽ വരെ കോട്ട് ചെയ്യാണ്, സ്ഥലമാറ്റം നടത്തുകയാണ്. എന്തിനു വേണ്ടി? ആർക്ക് വേണ്ടി? ഈ സ്ഥലമാറ്റം കൊണ്ട് ഭരണരംഗത്ത് വല്ല മാറ്റവും ഉണ്ടായോ? ഇപ്പം എല്ലാവരെയും വേദനിപ്പിച്ച സംഭവമാണല്ലോ കേരളത്തിലുണ്ടായ ഈ അതിശക്തമായ വെള്ളപ്പൊക്കം, കടലാക്രമണം. ഇതെല്ലാം കേരളത്തിലുണ്ടായതല്ലേ? ഈ കടലാക്രമണത്തെ തുടർന്ന് 3 പേർ, കടലും പ്രക്ഷുബ്ധമായതിനെ തുടർന്ന് 11 മത്സ്യത്തൊഴിലാളികളെ കാണാതായി. അതിൽ 8 മത്സ്യത്തൊഴിലാളികളെ കിട്ടി, അവരുടെ മൃതശരീരം കിട്ടി. 3 ആളുകൾ കടലിൽ ഇങ്ങനെ കാണാതായിട്ടുള്ള ആളുകളെ ആഴ്ചകളോളം കാത്തിരുന്നിട്ട് കണ്ടുകിട്ടിയിട്ടുണ്ട്. എന്ത് സംഭവിച്ചു എന്ന് എങ്ങനെ കണക്കാക്കാൻ കഴിയും? അപ്പൊ എന്താണ് ചെയ്യേണ്ടത്? ഒരു ഉത്തരവാദിത്തമുള്ള ഗവൺമെന്റ് എന്താ ചെയ്യേണ്ടത്? ഇങ്ങനെ ഒരു അപകടമുണ്ടായി. ആ അപകടം ഉണ്ടായി കഴിഞ്ഞാൽ ഉടനെ കിട്ടാവുന്ന സംവിധാനങ്ങളെല്ലാം ഉപയോഗിച്ച് അതിനെ തെരയണം, തെരച്ചിലിന് സഹായകരമായ നിലപാട് സ്വീകരിക്കണം. കേരളത്തിലെ ഗവൺമെന്റ് കേന്ദ്രസേനയെ ഉപയോഗിക്കുന്നതിന് പോലും ശ്രമിച്ചില്ല. ഏതൊരു ഉദ്യോഗസ്ഥനോട് സംസാരിച്ചു, അയാൾ തടസ്സം നിന്നു എന്നുള്ളൊരു വാദം ഉന്നയിക്കുക എന്നുള്ളതല്ലാതെ കേന്ദ്ര ഗവൺമെന്റുമായി ബന്ധപ്പെട്ടിട്ട് സൈന്യത്തെ ഇവിടെ ഉപയോഗിക്കുന്നതിന് സഹായകരമായ നിലപാട് സ്വീകരിക്കണ്ടേ? അത് സ്വീകരിച്ചില്ല. തെരച്ചിലിന് കാലതാമസമെടുത്തു. ഉടനെ തെരച്ചിൽ നടന്നില്ല. ആ കുടുംബങ്ങളിൽ പോയി കഴിഞ്ഞാൽ ആ കുടുംബങ്ങൾ വാവിട്ട് നിലവിളിക്കലായിരുന്നു, ബന്ധുക്കൾ ഈ അനാസ്ഥയെക്കുറിച്ച് പറഞ്ഞുകൊണ്ട്. ഇപ്പോഴും 3 പേരെ കണ്ടെത്തിയിട്ടില്ല. അവർ എങ്ങനെയുണ്ട്, ജീവിച്ചിരിപ്പുണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംഭവിച്ചോ? അവിടെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ മൃതശരീരം കിട്ടണമല്ലോ. ഇതൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ ഇതെല്ലാം വരുന്നത് അങ്ങേയറ്റത്തെ അനാസ്ഥയുടെ ഭാഗമായിട്ടാണ് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഇവിടെ കേരളത്തിന്റെ ഒരു പൊതു അന്തരീക്ഷം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ ദുരന്തമുഖങ്ങളിൽ എങ്ങനെ നേരിടണം, അതിൽ വ്യക്തമായ കാഴ്ചപ്പാടുണ്ടോ? വിവിധ വകുപ്പുകളുടെ കോർഡിനേഷൻ ഉണ്ടോ? ഇതെല്ലാം കഴിഞ്ഞ കാലത്ത് കേരളം തെളിയിച്ചതല്ലേ, കേരളം കാണിച്ചു കൊടുത്തതല്ലേ, കേരളം അനുഭവിച്ചതല്ലേ? അത് പറഞ്ഞു കഴിഞ്ഞാൽ, അങ്ങനെ സംസാരിച്ചു കഴിഞ്ഞാൽ തന്നെ ആക്ഷേപിക്കുക, പരിഹസിക്കുക, വളരെ ധിക്കാരത്തോടു കൂടിയുള്ള സമീപനം സ്വീകരിക്കുക, ഇതാണ് കേരളത്തിലെ ഭരണം എന്നുള്ള നിലയ്ക്ക് കൊണ്ടിരിക്കുന്നത്.